താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുമ്പോൾ, സാലി, നേരത്തെ തന്നെ ഇരുഭാഗത്തിന്റെയും വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. എന്താണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചത് ഈ കുട്ടികൾക്ക് ജാമ്യം നൽകിയതിലൂടെ? അതായത് കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളും അവിടെ ഒബ്സർവേഷൻ ഹോമിലായിരുന്നു കഴിഞ്ഞ 103 ദിവസങ്ങളായിട്ട്. അതിനെ തുടർന്ന് അവർ ആദ്യം സെഷൻസ് കോടതിയെ സമീപിച്ചു. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു കുറച്ച് നാളുകൾ. അതിൽ വിശദമായ വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം മുമ്പ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അതിൽ വിധി പറഞ്ഞു. ഈ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിക്കാം. അവരുടെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ അവരെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിട്ടയച്ചു കൊള്ളുക എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അതായത് 2-3 കാരണങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതായത് ബാലനീതി നിയമം അനുസരിച്ച് ഇനിയും അവരെ കസ്റ്റഡിയിൽ നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് കോടതി പ്രധാനമായും വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇവർ മുൻപ് ഏതെങ്കിലും തരത്തിൽ സമാന കുറ്റകൃത്യം നടത്തിയ ആളുകളുമല്ല, പ്രതികളുമല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനെ അനന്തമായി കസ്റ്റഡിയിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ അനന്തമായി ഒബ്സർവേഷൻ ഹോമിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. നമുക്ക് അറിയുന്നതുപോലെ കുറേ ദിവസങ്ങളായി അവർ ഈ ഒബ്സർവേഷൻ ഹോമിൽ നിരീക്ഷണത്തിൽ അവരെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവരുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതുമാണ്. അപ്പോൾ പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് നേരത്തെ SSLC പരീക്ഷ എഴുതാൻ ഇതേ ബെഞ്ച് അനുവാദം നൽകിയിരുന്നു. SSLC പരീക്ഷ ഫലം വന്നപ്പോൾ ആ ഫലം അവരെ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ആ ഫലം അറിഞ്ഞതിന് ശേഷം അവർക്ക് +1 പ്രവേശനത്തിനുള്ള സഹായം കോടതി ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ ഒരനുഭാവപൂർവമായ സമീപനമാണ്. ഇവർ കുറ്റാരോപിതനാണെങ്കിൽ കൂടി ഇവർ മൈനറാണ് എന്നൊരു പരിഗണന ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി. ഒരു തരത്തിലും ഇവർ മുൻപ് സമാന കുറ്റകൃത്യം ചെയ്ത ആളുകളല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ 6 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു, നമുക്കറിയാം. 6 പേരെയും വിട്ടയക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കളായിരിക്കും ഇവരുടെ ജാമ്യം. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.